99 വയസ്സായ ഉമ്മയാണ്, വയസ്സായി കിടക്കുകയാണ്. എന്താ തോർക്കേണ്ടത്? വല്യമ്മാനെ നല്ലവർക്ക് മരിപ്പിക്കണേന്നാ? അല്ല, വല്യമ്മാക്ക് ശിഫ കൊടുക്കണേന്നാ തോർക്കേണ്ടത്. അല്ലാഹുവേ നീ ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ, അങ്ങനെ തോർക്കാവൂ. നമ്മളൊരു 80-85 കഴിഞ്ഞാൽ പിന്നെ ദുആ. അതെ, തീരെ വയ്യ, പ്രായമായിക്കണേ, പിന്നെ എനിക്ക് ചേർന്നിട്ടൊക്കെ കുറെ കാലമായി, ഇപ്പൊ കിടപ്പാണ്, നല്ല നിൽക്കണ്ട് പോയി കിട്ടാൻ വേണ്ടി ഇമാൻ കിട്ടി സലാമത്താകാൻ തോരന്നൊക്കെയെന്ന് പറയും. അത് തോരക്കണം, പക്ഷേ മരിക്കാൻ വേണ്ടി തോരക്കരുത്. എന്നാണോ മരിക്കണത് അള്ളാഹു അപ്പൊ ഈമാൻ കൊടുക്കണേ, അല്ലെങ്കിൽ ഈമാൻ സലാമത്തായി കൊടുക്കണം. പക്ഷേ ഏതൊരു രോഗിക്കും ശിഫ കിട്ടണം. മരിക്കുമ്പോൾ അങ്ങ് രോഗിയായിട്ട് തന്നെ മരിക്കണമെന്നൊന്നുമില്ലല്ലോ, ആഫിയത്തിന് മരിച്ചൂടെ? അള്ളാഹുവിനോട് ശിഫാഇനെ ചോദിക്കണം. ഒരുപക്ഷെ ആ ശരീരത്തിന് 120 വയസ്സ് വരെ അള്ളാഹ് ആയുസ്സ് എഴുതിക്കണമെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ? അതുകൊണ്ട് പ്രായമായി വയ്യാണ്ടായി ഇനി എണീക്കൂല, അതൊക്കെ നമുക്ക് തോന്നുകയാണ്. അള്ളാഹുവിന്റെ ഖളായിൽ ചിലപ്പോൾ മറിച്ചാണെങ്കിലോ. അതുകൊണ്ട് ശിഫ കൊടുക്കണേന്നേ തോർക്കാവൂ. എന്തല്ല മരിപ്പിക്കണേ, എല്ലാവരും കുഴങ്ങിക്കിട്ട് നോക്കിയിട്ട് ഇനി ആവുന്നില്ല, നോക്കാനൊന്നും ആളില്ല, പഠിച്ചോനെ വേഗം കൊണ്ടേക്കോട്ടെ, അങ്ങനൊന്നും പറയരുത്. നാളെ നമുക്ക് ഈ അവസരം വരുന്നു ആലോചിക്കുക. നിങ്ങളിങ്ങനെ ഉഷാറായി ബോധമില്ലാണ്ട് കിടക്കുക, അപ്പൊ അടുത്തുനിന്ന് തന്നെ കുട്ടി വരാം, അമ്മ വാപ്പനെ വേഗം കൊണ്ടുപോകാൻ വേണ്ടി വരുന്നൂടെ, എത്ര കാലമായി ഈ കിടത്തം കിടക്കണ വാപ്പ വല്യപ്പ എന്ന് പറയുമ്പോൾ പഠിച്ചോനെ എൻ്റെ കുട്ടി പറയണ കേട്ടോ. നിങ്ങൾക്ക് തിരിച്ചു പറയാൻ കഴിയാത്തൊരു രംഗമുണ്ടാവും. ഇത് കേൾക്കുന്നുണ്ട്, ബോധമുണ്ട്. കുട്ടിയെ പറയല്ലേ, വാപ്പക്ക് മരിക്കാനൊന്നും പൂതിയായിട്ടില്ല എന്ന് തിരിച്ചു പറയാൻ കഴിയാത്തൊരു നേരം എന്തൊരു വിഷമായിരിക്കും. അതുകൊണ്ട് രോഗിക്ക് പോലും പ്രതീക്ഷയാണ് കൊടുക്കേണ്ടതെന്നാണ്.